നിങ്ങൾ ആരെയും നിങ്ങളെ കുറ്റം പറയണ്ട, ആരെയും നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് അല്ലാഹു ഇവിടെ പറഞ്ഞപ്പോൾ അംഫുസക്കും നിങ്ങളുടെ നഫ്സ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരാളെ മുഖത്ത് നോക്കിയിട്ട് കുറ്റം പറയുന്ന ചെറുപ്പക്കാരാ, ഒരാളുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് നീ അങ്ങനത്തവനാണ് ഇങ്ങനത്തവനാണെന്ന് പറയുമ്പോ ഒരേ ഒരു വിരലല്ലേ ആ വിരലിലേക്ക് ചൂണ്ടിയിരിക്കുന്നത്, ഒരേ ഒരു വിരലാണ് നിന്റെ സഹോദരനിലേക്ക് നീ ചൂണ്ടിയിരിക്കുന്നത്, ബാക്കി 4 വിരലും നിന്റെ നെഞ്ചിന് നേരെയാണ് ചൂണ്ടിയിരിക്കുന്നത്. ഒരാളെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ നീ അങ്ങനത്തവനാടാ, നീ ഇങ്ങനത്തവനാടാ, നീ അങ്ങനെ പൊക്കോടാ എന്ന് പറഞ്ഞിട്ട് വിരൽ ചൂണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്നേ ഉള്ളൂ അവന്റെ നേരെ ഇരിക്കുന്നത്, ബാക്കി 4 നിന്റെ നെഞ്ചത്തേക്കാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആരാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ? എന്ത് യോഗ്യതയിരിക്കും നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ? ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവും അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ഏറ്റവും വലിയ അധപ്പതനത്തിന്റെ അധമഭാവത്തിലേക്ക് ആപരിച്ചു പോകുന്നത്. ഒരൊറ്റ കാരണം നമ്മുടെ കാര്യം നോക്കൂല, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഐക്യം തകർന്നു പോകുന്ന 2ാമത്തെ കാര്യം, നിങ്ങൾ ആരെയും കുറ്റം പറയാൻ നിൽക്കണ്ട, കുറ്റപ്പെടുത്തണ്ട. 3ാമത്തെ കാര്യം ഏതാണ്? ഞാൻ ചുരുക്കി പറയാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വലാ തനാബസൂ ബിൽ അൽഖാബ്, വലാ തനാബസൂ ബിൽ അൽഖാബ്. നിങ്ങൾ ഒരിക്കലും ഇരട്ട പേര് നിങ്ങൾ വിളിക്കല്ലേ, നിങ്ങളുടെ ഇരട്ട പേര് വിളിച്ച് നിങ്ങൾ സംസാരിക്കല്ലേ. പ്രിയപ്പെട്ടവരെ, ഐക്യം തകർന്നു പോകുന്ന കാര്യമാണ്. നടുറോഡിൽ വെച്ച് ഇരട്ട പേര് വിളിക്കുമ്പോഴാണ് ഒരുത്തന് വീട്ടിനകത്ത് കയറിയിട്ടവന് കിടക്ക ഉറക്കം വരുന്നില്ല. അവന് പെട്ടെന്ന് നടുറോഡിൽ വന്ന് വിളിച്ചവനെ ഉപദ്രവിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്. ഒരു നാട്ടിന്റെ ഐക്യം തുടങ്ങുന്നത് അവിടെയാണെങ്കിൽ പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട യുവതികളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലാ തനാബസൂ ബിൽ അൽഖാബ്. നിങ്ങൾ ഇരട്ട പേര് വിളിക്കാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഇരട്ട പേര് വിളിക്കാൻ പാടില്ല. പാവ സുഫിയാന്റെ കഥ പറഞ്ഞല്ലോ, ജൂതന്റെ മോളെ എന്ന് വിളിച്ച കഥ പറഞ്ഞല്ലോ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹാ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോ സുഫിയ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. സുഫിയ ബീവി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ആയിഷ ബീവി കണ്ടു. ആയിഷാരുടെ മോളാണ്, സുദ്ദീഖുൽ അക്ബറിന്റെ മകളാണ്. ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ മുന്നിലോട്ട് കടന്നു വന്നപ്പോ മഹദിയായ സുഫിയ റളിയല്ലാഹു അൻഹ ഇറങ്ങി പോകുന്നത് കാണുകയാ. ആ സമയത്ത് നബി തങ്ങളുടെ മുമ്പിൽ ചെന്ന ആയിഷ ബീവിയോട് നബി തങ്ങൾ എന്തോ ചെറിയ ചെറിയ വർത്തമാനങ്ങൾ പറഞ്ഞപ്പോ ആ സമയത്ത് ആയിഷ ബീവി ചോദിക്കുകയാണ്, മനസ്സിന്റെ ഉള്ളിൽ ചില അരിശമുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. ആയിഷ ബീവി അങ്ങനാണ് കാര്യമെന്ത്? കുശുമ്പ് കൊണ്ടല്ല, അസൂയ കൊണ്ടല്ല, അഹങ്കാരം കൊണ്ടല്ല, മോശപ്പെട്ട സ്വഭാവം കൊണ്ടല്ല നമ്മുടെ ആയിഷ ബീവി പറയുന്നത്. റസൂലുള്ളാഹിന്റെ നെഞ്ചത്തിലോട്ട്, ഹൃദയത്തിന്റെ ഉള്ളറകളിലോട്ട് സ്ഥാനം കൊടുക്കാം, റസൂലുള്ളാഹിനെ കൂടുതൽ സ്നേഹിക്കാം. ആയിഷ റളിയല്ലാഹു തആല ഏറെ കുറിച്ചവരായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കയറി വരുമ്പോ സഫിയ ബീവി ഇറങ്ങിപ്പോയപ്പോൾ എന്തോ പറഞ്ഞു റസൂലുള്ളാഹ്. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ ഇന്നഹാ ഖുസൈറ, അവളെ കുള്ളത്തിയാ നബിയേ. ഇരട്ട പേര് വിളിച്ചു. നമ്മള് നല്ല നല്ല പൊക്കമുള്ള ആൾക്കാരെന്താ വിളിക്കുന്നത്? നല്ല പൊക്കമുള്ള ആൾക്കാരെന്താ വിളിക്കുന്നത്? പറയും. ഇവിടെ എങ്ങനെയാണെന്നറിയില്ല. പറയില്ല. പോയെ നല്ല ഉയരമുള്ള ആളുകൾ വിളിക്കുന്നത്. നല്ല പൊക്കമുള്ള ആളിനെ നമ്മളെന്താ വിളിക്കുക? ഈ മാങ്ങയ്ക്ക് പറിക്കുന്ന സാധനത്തിന്റെ പേരെന്താ? ഞങ്ങളുടെ നാട്ടിൽ തോട്ട. ഈ ടീ ഇവിടെയാണ് ഞങ്ങളുടെ നാട്ടിൽ തോട്ട. അപ്പൊ നല്ല പൊക്കമുള്ള ആളിനെ നമ്മുടെ നാട്ടിലൊക്കെ വിളിക്കുന്ന ആളൊരു തോട്ടയാണെന്ന് പറയും. അങ്ങനെ നല്ല പൊക്കമുള്ള ആളായിരുന്നു. പൊക്കം കുറഞ്ഞവനെ കുള്ളാന്ന് വിളിക്കും അല്ലെ? ഇവിടെ അങ്ങനെയല്ലേ? കുള്ളൻ. ഇവിടെ അങ്ങനെയാണെന്ന് അറിയില്ല, മദീനയിൽ അങ്ങനെ. അതുകൊണ്ട് ആയിഷ ബീവി ഇന്നഹാ ഖുസൈറ, അവള് കുള്ളത്തിയാണ്. ഖുസൈറ കുള്ളത്തിയാണ്. പൊക്കം കുറഞ്ഞവളാണ് എന്ന് പറയാൻ
പറയാൻ വേണ്ടി ആയിഷ ബീവി പറഞ്ഞ എന്താണ്? എന്തോ ആയിഷ ബീവി കയറി വന്നപ്പോ സഫിയ റളിയല്ലാഹു അൻഹ ഇറങ്ങിപ്പോകുന്നു. ആൾ കുട്ടം കുറവൻ. അപ്പൊ ഇറങ്ങിപ്പോയപ്പോ നബിയുടെ അടുത്ത് വന്നിട്ട് ഇത്തിരി ദേഷ്യമുണ്ട്. കാരണം എന്താണ്? ഞാൻ വരേണ്ട സ്ഥലത്ത് സഫിയ വന്ന എന്തിനാ? അങ്ങനെ റസൂലുള്ളാഹിയുടെ സ്നേഹം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയി, ഞാൻ ഹുസൈറ അവള് കുള്ളത്തിയല്ല നബിയെ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം ചുവന്നു തുടുത്തു. നമ്മളാണെങ്കിലോ 5 ഭാര്യമാരുണ്ട്, അല്ലെങ്കിൽ 2 ഭാര്യമാരുണ്ട്. ഒരുത്തി മറ്റൊരുത്തിയെ പറ്റി ആക്ഷേപം പറയുമ്പോ നമ്മൾ പറയുന്നത് എന്താ? ശരിയാടി, അതാണ് നിന്നെ പോലെ സുന്ദരി വേറെ ആരുമില്ല, നീയാണ് എന്റെ യഥാർത്ഥ പെണ്ണ്, പിന്നെ അതൊക്കെ ഞാൻ വേറെ സൈഡായി വെച്ചിട്ടിരിക്കുന്ന എന്ന് പറഞ്ഞിട്ട് എവരുടെ നമ്മൾ പൊക്കി വെച്ചു. അവളെ കാണുമ്പോഴോ എവളെ കുറ്റപ്പെടുത്തിയിട്ട് നമ്മൾ അവളെ അറസ്റ്റിൽ കയറ്റി വെച്ചു. ഇത് നമ്മുടെ സ്വഭാവം. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനല്ല. ഹബീബായ നബി തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ആയിഷ ബീവിയുടെ വായിൽ നിന്ന് ഇന്നഹാ ഖുസൈറ, ഉള്ളത്തിയാണെന്നുള്ള വാക്ക് കേട്ടപ്പോൾ ഹബീബായ നബി തങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? നബി തങ്ങൾക്ക് ഈ 2 പുരികത്തിനിടയിൽ ഒരു ഞരമ്പുണ്ട്. ആ ഞരമ്പിന്റെ പ്രത്യേകത ശമായിൽ തുറമുടി പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നു. ദേഷ്യം വരുമ്പോ അതിങ്ങനെ ഊതി വീർത്ത് വരും. ചിലർക്ക് അങ്ങനെയാണ്. ദേഷ്യം വരുമ്പോ ഞങ്ങളുടെ നാട്ടിൽ ഒരാളുണ്ട്, അയാൾക്ക് വിക്ക്. പക്ഷെ അയാൾ ദേഷ്യപ്പെടുന്ന വിൽക്കൂല. ചില കണ്ടിട്ടില്ലേ? ചെവിട് കേൾക്കാത്ത ചില പ്രായമുള്ള അമ്മമാരുണ്ട്. അവരെ പറ്റി എന്തെങ്കിലും ആളുകൾ പറഞ്ഞാൽ അത് കേൾക്കും. അവരെ പറ്റി എന്തെങ്കിലും മോശം പറഞ്ഞാൽ അത് കേൾക്കും. നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല. ഇന്ന് ചിലർക്ക് ദൗർബല്യം കണ്ട് ഷുഗർ കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഷുഗർ കൂടുതലുള്ളവർക്ക് അത് ദേഷ്യം വരും. പണ്ടാർക്കും അങ്ങനെ വന്നു. അതിന്റെ പേരില് സുഖമില്ലാത്ത ആളാ എന്ന് പറയുമ്പോ അത് നമ്മളൊരു മുതലാക്കാനുള്ള ശ്രമമാണ്. അത് നമ്മൾ മുതലെടുക്കാനുള്ള ഒരു ശ്രമമാണ്. വയ്യാന്ന് സുഖമില്ലാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സുഖമില്ലാത്തവരല്ലേ, അപ്പൊ നമുക്കൊരു പരിഗണന തരും എന്ന പേരിൽ നമ്മൾ എന്താ ചെയ്യുക? അത് വെച്ച് മുതലെടുപ്പ് നടത്താൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിൽ ഒരു ചെറിയ ഞരമ്പുണ്ട്. അത് സഹാബത്തിന് അറിയാൻ. നബി തങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ അതിങ്ങനെ ഊതി വീർത്ത് അതിങ്ങനെ പൊങ്ങി വരാറുണ്ട്. സഫിയ റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് നോക്കിയിട്ട് ഖുസൈറ കുള്ളത്തിയാണെന്ന് ആയിഷ ബീവി പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആയിഷയെ വിളിച്ചിട്ട് പറയുകയാണ്, ആയിഷ ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസ്ജത് ബിമാഇൽ ബഹരി ലമസദതഹു യാ ആയിഷ. ആയിഷ, നീ പറഞ്ഞ വാക്കുണ്ടല്ലോ ഖുസൈറ എന്ന പദം, ആ ഖുസൈറ കുള്ളത്തി എന്ന പദമുണ്ടല്ലോ, ആ പദമങ്ങാന മലർ വിളിക്കുന്ന തിരമാലകൾ വലിച്ചെറിഞ്ഞ, ആ കടലിലേക്ക് അങ്ങനെ വലിച്ചെറിഞ്ഞ ലമസദതഹു യാ ആയിഷ, കടലിലെ വെള്ളം മുഴുവനും നശിച്ചു പോകുന്നതാണ്. കടലിലെ വെള്ളം മുഴുവനും നശിച്ചു പോകുന്നതാണ്. ചിന്തിക്കണേ, ഗൗരവമാണ് ചെറുപ്പക്കാരാ. സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് കഫൻ പടവ വാങ്ങി നടക്കുകയാണ് ഞാൻ നിങ്ങൾ. അങ്ങ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുകയാണ്. സ്വർഗം നമുക്ക് ഉറപ്പാണെന്ന് പറഞ്ഞ് സന്തോഷത്തിലാണ്. നരകത്തിൽ നമ്മൾ പോകൂലെന്ന് പറഞ്ഞ് സന്തോഷത്തിലാണ്. എങ്ങനാ ചെറുപ്പക്കാരോ സ്വർഗത്തിൽ പോവുക? പെങ്ങളെ എന്റെ സഹോദരിമാരോട് പറയാ, ഇന്ന് അയൽക്കൂട്ടത്തിന് പോകുന്ന പെങ്ങന്മാർക്ക് ഒരു ഗ്രാമത്തിലുള്ള ഒരു അയൽവാസികളായ പെണ്ണുങ്ങൾക്ക് കൂടി ഇപ്പൊ വാട്സപ്പിന്റെ ഗ്രൂപ്പ് ഉണ്ട്. ഈ പ്രസാദം മുഴുവനും ഇപ്പൊ വാട്സപ്പിന്റെ ഗ്രൂപ്പിലൂടെയാണ്. എന്തെല്ലാം മോശപ്പെട്ട ചിത്രങ്ങളാ. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരുടെ മൊബൈൽ എടുത്ത് നോക്കണം, ആരെയൊക്കെ ചിത്രങ്ങളാ കാണുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് നാണക്കേടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു വന്ന വിഷയം എന്താണ്? ഇന്ന് പരസ്പരം ഞാനും നിങ്ങൾ കൂടിയിരുന്നിട്ട് ഒരാളെ പറ്റി മോശപ്പരങ്ങൾ പറയുമ്പോ ഇവിടെ റസൂലുള്ളാഹിന്റെ ഭാര്യ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നീ പറഞ്ഞ ഖുസൈറ എന്ന പദമുണ്ടല്ലോ, നീ പറഞ്ഞ ഖുള്ളത്തി എന്ന പദമുണ്ടല്ലോ, അത് കടലിൽ നിന്നാണ് വലിച്ചെറിഞ്ഞ ആ കടലിലെ വെള്ളം മുഴുവനും നശിച്ചു പോകുന്നതാണ്. ആ വെള്ളം മുഴുവന് കലങ്ങി പോകുന്നതാ. ആ വെള്ളം മുഴുവനും വല്ലാതെ മോശപ്പെട്ട് പോകുന്നതാണ് എന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ